നമസ്കാരം. നിമിഷപ്രിയയുടെ മോചന കാര്യത്തിൽ പ്രതിസന്ധി തുടരുന്നു. വധശിക്ഷ താൽക്കാലികമായി സ്റ്റേ ചെയ്തെങ്കിലും കുടുംബം മാപ്പ് നൽകാൻ തയ്യാറല്ലെന്ന സൂചനയാണ് പുറത്തുവരുന്നത്. യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട ഇടപെടലുകൾ തുടരവേ കൊല്ലപ്പെട്ട തലാൽ അബ്ദു മഹദിയുടെ സഹോദരൻ ദിവസം ചെല്ലുന്തോറും നിലപാട് കടുപ്പിക്കുകയാണ്. കബറിടം സന്ദർശിച്ച ചിത്രം സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ചിരിക്കുകയാണ് സഹോദരൻ. താൻ നിലപാടിൽ ഉറച്ചു നിൽക്കുമെന്ന സൂചനയാണ് അദ്ദേഹം നൽകുന്നത്. സമയമെടുത്താലും ദൈവം വാഗ്ദാനം ചെയ്ത വിജയം ലഭിക്കുക തന്നെ ചെയ്യുമെന്ന് സഹോദരൻ അബ്ദുൽ ഫത്താഹ് മഹദി ചിത്രത്തിനൊപ്പം കുറിച്ചു. നിങ്ങൾ രക്തത്തിന് പ്രതിക്രിയ ചോദിക്കുന്നവനാണെങ്കിൽ അതാണ് നിങ്ങളുടെ വിധി. കുറച്ച് സമയമെടുത്താലും ദൈവസഹായത്താൽ നിങ്ങൾക്കുള്ള വാഗ്ദത്ത വിധി ആണത്. അക്രമത്തിന് ഇരയായതിനു ശേഷം ആരെങ്കിലും സ്വയം പ്രതിരോധിച്ചാൽ അവർക്കെതിരെ കുറ്റമില്ല എന്ന് ഖുർആൻ. കാരുണ്യത്തിന്റെ മേഘങ്ങൾ നിങ്ങളുടെ ആത്മാക്കളെ പൊതിയട്ടെ എന്നാണ് തലാലിന്റെ സഹോദരൻ കുറിച്ചത്. നിമിഷപ്രിയയുടെ വധശിക്ഷയല്ലാതെ മറ്റൊരു ഒത്തുതീർപ്പിന് ഞങ്ങൾ തയ്യാറല്ല. അനുരഞ്ജന ശ്രമങ്ങളോടുള്ള ഞങ്ങളുടെ നിലപാട് വ്യക്തമാണ്. ദൈവത്തിന്റെ നീതി കേസിൽ നടപ്പാക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. അതല്ലാതെ മറ്റൊരു ആവശ്യവുമില്ലെന്നും തലാലിന്റെ സഹോദരൻ മാധ്യമങ്ങളോടും സമൂഹ മാധ്യമങ്ങളിലും വ്യക്തമാക്കിയിരുന്നു. നിമിഷപ്രിയ കേസിൽ സാമുവൽ ജെറോമിന്റെ അവകാശവാദങ്ങൾ തള്ളിയും സഹോദരൻ കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു. സാമുവലിനെതിരെ മഹദി ഗുരുതരമായ ആരോപണങ്ങളാണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഉന്നയിച്ചത്. സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ കാലങ്ങളായി സാമുവൽ ജെറോമിനെതിരെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക തട്ടിപ്പ് ഉൾപ്പെടെയുള്ള ഗുരുതര ആരോപണങ്ങളെ ശരിവെക്കുന്നത് കൂടിയാണ് അബ്ദുൽ ഫത്താഹ് മഹദിയുടെ പോസ്റ്റ്. കേസിലെ അഭിഭാഷകൻ എന്ന പേരിലായിരുന്നു സാമുവൽ ജെറോം മലയാള മാധ്യമങ്ങളിലും BBC ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും നിറഞ്ഞു നിന്നത്. എന്നാൽ സാമുവൽ ജെറോം അഭിഭാഷകനല്ലെന്നും പ്രതിയുടെ കുടുംബത്തിന്റെ യമനിലെ പ്രതിനിധിയായി പവർ ഓഫ് അറ്റോർണി മാത്രമാണ് ഉള്ളതെന്നും അദ്ദേഹം പറയുന്നു. മാത്രമല്ല, സാമുവൽ ഈ കേസിൽ ഇതുവരെ കാര്യമായ ഇടപെടലൊന്നും നടത്തിയിട്ടില്ലെന്നും ഇന്നേവരെ ഒരു മധ്യസ്ഥ ചർച്ചയ്ക്ക് തങ്ങളെ ബന്ധപ്പെടുകയോ വിളിക്കുകയോ ഒരു ടെക്സ്റ്റ് മെസ്സേജ് പോലും അയക്കുകയോ ഉണ്ടായിട്ടില്ലെന്നും മഹദി പറയുന്നു. പ്രസിഡന്റ് വധശിക്ഷ വിധി അംഗീകരിച്ച ശേഷമാണ് സനയിൽ വെച്ച് ആദ്യമായി സാമുവലിനെ കാണുന്നതെന്നും അപ്പോൾ സന്തോഷവാനായ എന്നോട് അദ്ദേഹം അഭിനന്ദനങ്ങൾ പറഞ്ഞുവെന്നുമാണ് മഹദി ആരോപിക്കുന്ന മറ്റൊരു പ്രധാന കാര്യം. ഈ കേസുമായി ബന്ധപ്പെട്ട് സാമുവൽ ഉന്നയിക്കുന്ന മറ്റെല്ലാ അവകാശവാദങ്ങളും കളവാണെന്നും മധ്യസ്ഥ ചർച്ചയ്ക്ക് എന്ന പേരിൽ അവസാനം കൈപ്പറ്റിയ $40,000 ഉൾപ്പെടെ അനേകം പണം സാമുവൽ കരസ്ഥമാക്കിയിട്ടുണ്ടെന്നും തന്റെ സഹോദരന്റെ രക്തത്തിൽ വ്യാപാരം നടത്തുകയാണെന്നും മഹദി ആരോപിക്കുന്നു. അതിനിടെ നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് നടത്തിയ ഇടപെടലുകൾക്ക് നന്ദി പറയാനും ഭാവി കാര്യങ്ങൾ ചർച്ച ചെയ്യാനും പുതുപ്പള്ളി MLA ചാണ്ടി ഉമ്മൻ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ സന്ദർശിച്ചു. മാധ്യമങ്ങളിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിച്ചാൽ അത് നിമിഷപ്രിയയുടെ മോചനത്തെ പ്രതികൂലമായി ബാധിക്കുമെന്ന് സന്ദർശനത്തിന് ശേഷം ചാണ്ടി ഉമ്മൻ പറഞ്ഞു. ഈ വിഷയത്തിൽ രാഷ്ട്രീയമില്ല, എല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് പ്രവർത്തിക്കുന്നത്. കാന്തപുരത്തിന്റെ ഇടപെടലുകൾ സഹായകരമായിട്ടുണ്ട്. അന്താരാഷ്ട്ര ബന്ധങ്ങളും യമനിലെ പണ്ഡിതരുമായിട്ടുള്ള ബന്ധവും ഉപയോഗപ്പെടുത്തിയാണ് അദ്ദേഹം ഇടപെടുന്നതെന്നും ചാണ്ടി ഉമ്മൻ കൂട്ടിച്ചേർത്തു. ചാണ്ടി ഉമ്മന്റെ അഭ്യർത്ഥന പ്രകാരമാണ് താൻ വിഷയത്തിൽ ഇടപെട്ടതെന്ന് നേരത്തെ കാന്തപുരവും വ്യക്തമാക്കിയിരുന്നു. ഫത്താഹ് അബ്ദുൽ മഹദി പോസ്റ്റിന് പിന്നാലെ വിഷയത്തിൽ കേരളത്തിലും ചർച്ചകൾ സജീവമായിരുന്നു. പോസ്റ്റ് പങ്കുവച്ച് സുപ്രീം കോടതി അഭിഭാഷകനും സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ നിയമോപദേഷ്ടാവുമായ അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ KR രംഗത്ത് വന്നിരുന്നു. ഒരേ സമയം ദയ കാത്തു കഴിയുന്ന നിമിഷയുടെ കുടുംബവും ഇരയായ തലാൽ മഹദിയുടെ കുടുംബവും വഞ്ചിക്കപ്പെട്ടു എന്ന ആശങ്കയാണ് അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ KR പങ്കുവച്ചത്. മരണത്തിന്റെ വ്യാപാരികൾ എന്ന് തുടങ്ങുന്ന പോസ്റ്റിൽ മനുഷ്യജീവൻ വെച്ചുള്ള കച്ചവടമാണ് നടന്നതെന്ന ചോദ്യം അദ്ദേഹം പങ്കുവച്ചു. ഞങ്ങൾ പൂർണ്ണമായും തലാലിന്റെ കുടുംബത്തിന്റെ വികാരങ്ങളെ മാനിക്കുന്നു. തെറ്റ് ചെയ്ത സഹോദരി നിമിഷയ്ക്ക് വേണ്ടി നിരുപാധികം മാപ്പിരക്കുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. സാമുവൽ ജെറോം നിമിഷയെ രക്ഷിക്കാനുള്ള ശ്രമങ്ങളെ പ്രതിസന്ധിയിലാക്കരുതെന്ന് നേരത്തെയും അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ പറഞ്ഞിരുന്നു.